ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. ഞങ്ങൾ ശ്രവിക്കുന്ന ജീവൻ്റെ അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റീസ് താരതമ്യപ്പെടുത്തുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നലെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സീൽ ചെയ്തിരിക്കുന്നു. മുദ്രയെപ്പറ്റി നമ്മൾ കേട്ടു. ഇന്ന് ഗ്യാരൻറ്റി, ഹി ഈസ് എ ഗ്യാരൻറ്റി ഉണ്ടല്ലോ, ഗ്യാരൻറ്റി ഉണ്ടല്ലോ അല്ലേ. ചില നമ്മൾ പ്രോഡക്റ്റ്സൊക്കെ വാങ്ങുകയല്ലേ മാർക്കറ്റിൽ നിന്ന്, ഇപ്പം ഗ്യാരൻറ്റി കിട്ടുകയല്ലേ, ഇപ്പോൾ വാറൻറ്റിയൊക്കെയാണ് പറയുന്നത് അല്ലേ. 1 വർഷത്തെ 5 വർഷത്തേക്ക് വാറൻറ്റി പറയും. ഗ്യാരൻറ്റി ഒന്നിനും ഇല്ല ഇപ്പം. ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ബ്ലഡിനും ദൈവത്തിൻ്റെ ആത്മാവും അതൊക്കെ ഉള്ളു ഗ്യാരൻറ്റി കേട്ടോ. നമുക്ക് ഈ ലോകത്തിലൊന്നും ഗ്യാരൻറ്റി ഇല്ല, മനുഷ്യർ പോലും ഇല്ല ഗ്യാരൻറ്റി. ഒരു സാധനം മേടിച്ചാൽ മാൻ മെയ്ഡ് തിങ്സ് ആർ സോ അൺപ്രഡിക്റ്റബിൾ. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുകയില്ല. വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേറെ ആകും, അങ്ങനെയൊക്കെ നശിച്ചു പോകും. പക്ഷേ ഐ വോണ്ട് ടു ഗിവ് എ ഗുഡ് ന്യൂസ് ദാറ്റ് Holy Spirit is a guarantee God has given, and He is forever 100% you can trust. 2 Corinthians chapter 5 says, Now God who prepared us for this very thing, the assurance of resurrection, has also given us the Spirit as a guarantee. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റിനെ ഒരു ഗ്യാരൻറ്റി, ഒരു മുദ്ര, ഒരു അച്ചാരമായിട്ട് നമുക്ക് തന്നിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനായി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. നമ്മളെ റെസറക്ഷന് വേണ്ടി, അതായത് നമ്മുടെ ശരീരം സിമിത്തേരി കിടക്കുകയല്ല, നമ്മൾ ഉയർത്തെഴുന്നേക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അച്ചാരമായിട്ട് ഒരു ഗ്യാരൻറ്റി ആയിട്ട് ഹോളി സ്പിരിറ്റിനെ നമുക്ക് തന്നിരിക്കുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിൽ നമ്മൾ ഏത് കടയിലോ ഏത് മാളിലോ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി വലിയ സാധനങ്ങളൊക്കെ മേടിക്കും അല്ലേ. അതിനൊക്കെ ഗ്യാരൻറ്റി ഒന്നുമില്ല. വാറൻറ്റി, ഞാനൊരു വാഷിംഗ് മെഷീൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നേ പിന്നെ അതിൻ്റെ ഉടമസ്ഥനെ വിളിക്കേണ്ടി വന്നു. ദേ ഹാവ് ടു സെൻഡ് അനദർ മാൻ ടു റിപ്പയർ ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്. സോ അങ്ങനെയാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ എല്ലാം ഗോഡ് ഗീവ്സ് ഗ്യാരൻറ്റി. ദർ ഇസ് നോ നീഡ് ഓഫ് എനി ഡൗട്ട് അറ്റ് ഓൾ. നിങ്ങളൊന്നിനും സംശയിക്കേണ്ട. ദൈവം പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം 100% നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ഹോളി ബൈബിൾ ഈസ് 100% ട്രൂത്ത്. The Bible, the ultimate truth I am talking to you. So you must know the God of the Bible is the true living God. Never serve an unknown God. നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ദൈവത്തെ നിങ്ങൾ പൂജിക്കരുത്, നിങ്ങൾ സെർവ് ചെയ്യരുത്. That's why you are knowing the true living God. So God's words are guaranteed. അല്ലേ, ദൈവത്തിൻ്റെ വചനത്തിന് ഗ്യാരൻറ്റി ഉണ്ട്. എല്ലാവരും പറഞ്ഞ് ദൈവത്തിൻ്റെ വചനം ഗ്യാരൻറ്റീഡ് ആണ്. His promises are guaranteed. 2 Corinthians 1:20, yes and amen through Jesus Christ. So ദൈവം തന്ന വാഗ്ദാനങ്ങളെല്ലാം ഗ്യാരൻറ്റി ഉള്ളതാണ്. His miracles are guaranteed. അത്ഭുതങ്ങളെല്ലാം ഗ്യാരൻറ്റിയാണ്. His blood is guaranteed. യേശുവിന് രക്തം നമ്മുടെ മേലുണ്ട്, അതും ഗ്യാരൻറ്റിയാണ് നമുക്ക്. പിന്നെ ഹിസ് സ്പിരിറ്റ് ഈസ് ഗ്യാരൻറ്റീഡ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് ഗ്യാരൻറ്റിയാണ് നമുക്ക്. ഹി ഈസ് നോട്ട് എ മാൻ ദാറ്റ് ഹി ഷുഡ് ലൈ. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ല, ഞാൻ ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന്. നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാവുന്ന ഇതെല്ലാം ദൈവവചനമാണ്. സോ നമുക്ക് വി ആർ സോ ഹാപ്പി ദാറ്റ് വി ഹാവ് ഹെവൻസ് ഗ്യാരൻറ്റി ആൻഡ് നോട്ട് എർത്ത് ഗ്യാരൻറ്റി. എല്ലാവരും പറ, എനിക്ക് സ്വർഗത്തിലെ ഗ്യാരൻറ്റി ഉണ്ട്. ഞാൻ സ്വർഗത്തിന് വേണ്ടി സീൽ ചെയ്തിരിക്കുകയാണ്. ഞാൻ സ്വർഗത്തിന് വേണ്ടി ഗ്യാരൻറ്റി ആയിരിക്കുകയാണ്. ദൈവം എന്നെ അതിനുവേണ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഫോർ ദ ഡേ ഓഫ് ഇറ്റേണൽ സൽവേഷൻ, റിഡംഷൻ. ഹോളി സ്പിരിറ്റ് ഈസ് ഗിവൺ ടു അസ് എ ഗ്യാരൻറ്റി, നോട്ട് ഫോർ ഫ്യൂ ഡേയ്സ്. ഓക്കെ, കുറച്ച് നാളുകൾക്ക് മാത്രം വേണ്ടിയല്ല ഗ്യാരൻറ്റി തന്നിരിക്കുന്നത്, പക്ഷേ ഫോർ എവർ ആൻഡ് എവർ, ടിൽ our death, that till we reach heaven we have the guarantee. So all those who are happy, raise your hand and praise God. Thank you Lord. അപ്പം എഫേസ്യ 1:13 പറയുന്നുണ്ട്, 13-14, you were sealed with the Holy Spirit of promise, who is the guarantee of our inheritance until the redemption of the purchased possession to the praise of his glory എന്ന്. അപ്പം എഫേസ്യ അതിൻ്റെ 1:13-14 പറയുകയാണ്, നിങ്ങളെ ദൈവം സീൽ ചെയ്തിരിക്കുകയാണെന്ന്. എത്ര നല്ലതാണല്ലേ, ആ ഗ്യാരൻറ്റി തന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഗ്യാരൻറ്റി നോബഡി ക്യാൻ റിമൂവ്. സോ അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി
തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടുമിരിക്കുന്നു. എല്ലാവരും കൈകളെടുത്ത് ദൈവത്തെ സ്തുതിക്കാം അല്ലേ. അതൊരു ഗ്യാരണ്ടി, ഇൻഹെറിറ്റൻസിന് വേണ്ടി, അവസാനം നമ്മുടെ റിഡംഷന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി. വി ആർ പർച്ചേസ്ഡ് പൊസഷൻ. എന്നിട്ട് ദൈവം നമ്മളെ അച്ചാരമായിട്ട് മുദ്രയിട്ടിരിക്കുന്നു എന്ന്. എത്ര നല്ല സന്തോഷ വാർത്തയാണിതെല്ലാം അല്ലേ. ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂസ്. ബൈബിൾ ഈസ് ഫുൾ ഓഫ് ഗുഡ് ന്യൂസ്. സോ വിൽ യു റിപ്പീറ്റ് ദ ഫോളോയിങ്? നിങ്ങൾ എന്നോട് കൂടി പറയുക, ഐ ആം ദ പർച്ചേസ് പൊസഷൻ. ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ സ്വത്താണ്. ഐ ആം റിഡീംഡ് ത്രൂ ദ ബ്ലഡ് ഓഫ് ദ ലാം. ഞാൻ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഐ ആം സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എന്നെ ദൈവം സീൽ ചെയ്തിരിക്കുകയാണ്, മുദ്രയിട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. ഐ ആം ഗ്യാരൻറ്റീഡ് ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ. അത് റിഡംഷൻ്റെ നാളിലേക്ക്, വീണ്ടെടുപ്പിൻ്റെ നാളിലേക്ക് എന്നെ ദൈവം ഗ്യാരൻറ്റി, അച്ചാരമായിട്ട് ആക്കിയിരിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്തില്ലേ? ജസ്റ്റ് ലവ് ഹിം, ജസ്റ്റ് അഡോർ ഹിം. ലോഡ് ഐ ലവ് യു എന്ന് പറ. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മുടെ പിള്ളേർ വന്ന് നമ്മളോട്, ഡാഡിയോടും മമ്മിയോടും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ തരുമ്പോൾ എന്ത് സന്തോഷമല്ലേ. നമുക്ക് അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് യേശു ക്രിസ്തു മുഖാന്തരം സ്വർഗീയ പിതാവിലേക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഫ്ലൈയിങ് കിസ് പോലും കൊടുക്കാം. നമുക്ക് ഗോഡ് വാണ്ട്സ് ആ ഫെലോഷിപ്പ്, ഗോഡ് വാണ്ട്സ് ആ ഫ്രണ്ട്ഷിപ്പ്. ദൈവം ഫ്രണ്ട്സിനെയാണ് അന്വേഷിക്കുന്നത്. ദൈവത്തിന് ഫെലോഷിപ്പ് വേണം എപ്പോഴും. അതുകൊണ്ടാണ് മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ചത്, അല്ലാതെ മൃഗത്തോടൊന്നുമല്ല. ദൈവത്തിൻ്റെ ഫെലോഷിപ്പ് നമ്മളോടാണ്. മനുഷ്യന് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടാക്കിയ ആ മനുഷ്യനോടാണ് ദൈവത്തിന് ഫെലോഷിപ്പ്, കൂട്ടായ്മ ഇഷ്ടം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവത്തോട് നടന്നാൽ കർത്താവിന് വലിയ സന്തോഷമായിരിക്കും. നമ്മളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കും. എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നന്ദി പറയാം. കർത്താവ് ദൈവമേ, ഇതെല്ലാം പഠിപ്പിച്ചല്ലോ. കർത്താവെ, പരിശുദ്ധാത്മാ ഞങ്ങളെ മുദ്രയിട്ടല്ലോ. പരിശുദ്ധാത്മാവിനെ ഗ്യാരൻ്റി ആയിട്ട് തന്നല്ലോ. അങ്ങയുടെ സ്വന്തമാക്കിയല്ലോ. അങ്ങേ ദൈവമേ, വീണ്ടെടുപ്പിൻ്റെ നാളിൽ എനിക്ക് പ്രത്യാശയുണ്ടല്ലോ. ഞാനും യേശുവിനോട് കൂടി ഉയർക്കും. ഞാനും യേശുവിനോട് കൂടി സ്വർഗാരോഹണം ചെയ്യും. ഞാനും യേശുവിനോട് കൂടി സ്വർഗത്തിൽ വസിക്കും, മുഖാമുഖം കാണും എന്നുള്ള ഗ്യാരൻ്റി തന്നതാണ് പരിശുദ്ധാത്മാവ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾ ക്രിയ ചെയ്യട്ടെ. നിങ്ങൾ മറന്നു പോകാതെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങളെ തന്നെ ഓർപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.